ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൻ. ഞാനിന്ന് ചെയ്യാൻ പോണത് ഓട്സ് കൊണ്ടൊരു ഉപ്മാവാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് കാണാം. 1 കപ്പ് റോൾഡ് ഓട്സ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും വേണം, കറിവേപ്പില വേണം, കുറച്ച് ഉഴുന്നുപരിപ്പ് വേണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്യണം നമുക്ക്. 2 പച്ചമുളക് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് റേസിൻസ് വേണം. 1 കപ്പ് ഫ്രോസൺ വെജിറ്റബിൾസ് എടുത്തു വച്ചിട്ടുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് വെച്ചാൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തു വച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യണത്. ഒരു 2-3 മിനിറ്റ് മാക്സിമം വേണ്ടി വരും ഓട്സ് റോസ്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം സെയിം പാൻ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. റേസിൻസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബദാമോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ കൂടി ചേർത്ത് കൊടുക്കാം, നല്ലതായിരിക്കും. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓട്സും വെജിറ്റബിൾസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഓട്സിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് കുക്കാവട്ടെ. ഓട്സിന് ഈ പറഞ്ഞ മാതിരി അധികം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓട്സ് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയം ഓട്സ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓട്സ് ഉപ്മ റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്മ നമുക്ക് പഴം കൂട്ടിയിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചട്നി കൂട്ടിയിട്ടോ കഴിക്കാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ ഓട്സ് ഉപ്മ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. പിന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.